+1 പൊളിറ്റിക്കൽ സയൻസ് 2026 മോഡൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അതിലൊന്നാമത്തെ ചോദ്യം, ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? 4 ഓപ്ഷനുള്ളത്: ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഡോക്ടർ BR അംബേദ്കർ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഇതിൽ ഡോക്ടർ BR അംബേദ്കർ ആണ് ആൻസർ. രണ്ടാമത്തെ ചോദ്യം, ഭരണഘടന ഭേദഗതിയെക്കുറിച്ച് വിവരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? 4 ഓപ്ഷനുള്ളത്: ആർട്ടിക്കിൾ 360, ആർട്ടിക്കിൾ 356, ആർട്ടിക്കിൾ 368, ആർട്ടിക്കിൾ 352. ഇതിൽ 368 ആൻസർ. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ പാർലമെൻറ്റിലെ ഉപരിമണ്ഡലം ഡാഷ് ആകുന്നു? ഉപരിമണ്ഡലം രാജ്യസഭയും അധോമണ്ഡലം ലോകസഭയുമാണ്. ഒന്നും കൂടി പറയാം: ഇന്ത്യൻ പാർലമെൻറ്റിലെ ഉപരിമണ്ഡലം രാജ്യസഭയും ഇന്ത്യൻ പാർലമെൻറ്റിലെ അധോമണ്ഡലം ലോകസഭയുമാകുന്നു. നാലാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കാനാണ്. പുസ്തകങ്ങളുടെ പേര് നൽകിയിട്ടുണ്ട്, അപ്പുറത്തെ കള്ളിയിൽ രചയിതാക്കളും. അപ്പോൾ ഹിന്ദു സ്വരാജ് ഗാന്ധിജിയാണ് എഴുതിയിട്ടുള്ളത്. രാമായണ റീടോൾഡ് ഒബ്ര മേനോനാണ്. സാത്താൻ്റെ വചനങ്ങൾ സൽമാൻ റുഷ്ദിയാണ്. സ്വാതന്ത്ര്യത്തിലേക്ക് ജയസ്മിലാണ്. സ്വാതന്ത്ര്യത്തിലേക്കുള്ള നീണ്ട യാത്ര അത് എഴുതിയിട്ടുള്ളത് നെൽസൺ മണ്ടേലയാണ്. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യൻ നീതിന്യായ വിഭാഗത്തിൻ്റെ ഘടന സൂചിപ്പിക്കുന്ന ചാർട്ട് പൂർത്തിയാക്കാനാണ്. ഏറ്റവും മുകളിലായിട്ട് സുപ്രീം കോടതി കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തത് ഹൈക്കോടതി, ജില്ലാ കോടതി, സബോർഡിനേറ്റ് കോടതി. ആറാമത്തെ ചോദ്യം, ചുരുക്കെഴുത്തിൻ്റെ പൂർണ്ണരൂപം എഴുതാനാണ്. PIL എന്നതിൻ്റെ പൂർണ്ണരൂപം എഴുതാനാണ്. നമ്മളെ ജുഡീഷ്യൽ ആക്ടിവിസം, കോടതിയെക്കുറിച്ചൊക്കെ പറയുന്ന ആ ഭാഗത്താണ് അത് പറയുന്നത്. പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, അതായത് മലയാളത്തിലാണെങ്കിൽ പൊതു താൽപ്പര്യ ഹർജി, ഇതാണ് അതിൻ്റെ പൂർണ്ണരൂപം. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ ഏതാനും വിഷയങ്ങൾ താഴെ തന്നിരിക്കുന്നു, അവ അനുയോജ്യമായ പട്ടികയിൽ ക്രമപ്പെടുത്തുക. ഇത് കേന്ദ്ര ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് എന്നിങ്ങനെ ലിസ്റ്റാക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസം കൺകറൻറ്റ് ലിസ്റ്റ്, പൊതുജനാരോഗ്യം സംസ്ഥാന ലിസ്റ്റ്, യുദ്ധവും സമാധാനവും യൂണിയൻ ലിസ്റ്റ്, വനം കൺകറൻറ്റ് ലിസ്റ്റ്, കൃഷി സംസ്ഥാന ലിസ്റ്റ്, ബാങ്ക് യൂണിയൻ ലിസ്റ്റ്, മായം ചേർക്കൽ കൺകറൻറ്റ് ലിസ്റ്റ്, പോലീസ് സംസ്ഥാന ലിസ്റ്റ്, തുറമുഖങ്ങൾ യൂണിയൻ ലിസ്റ്റ്, തൊഴിലാളി സംഘടന കൺകറൻറ്റ് ലിസ്റ്റ്, വ്യാപാരം വാണിജ്യം എന്നുള്ളത് യൂണിയൻ ലിസ്റ്റ്, പ്രതിരോധം യൂണിയൻ ലിസ്റ്റ്. ഇങ്ങനെയാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ ഏതാനും വിഷയങ്ങൾ താഴെ തന്നിരിക്കുന്നു, അവ അനുയോജ്യമായ പട്ടികയിൽ ക്രമപ്പെടുത്തുക. ഒന്ന് വിദ്യാഭ്യാസം, അത് കൺകറൻറ്റ് ലിസ്റ്റ്. പൊതുജനാരോഗ്യം സംസ്ഥാന ലിസ്റ്റ്. യുദ്ധവും സമാധാനവും യൂണിയൻ ലിസ്റ്റ്. വനം കൺകറൻറ്റ് ലിസ്റ്റ്. കൃഷി സംസ്ഥാന ലിസ്റ്റ്. ബാങ്ക് യൂണിയൻ ലിസ്റ്റ്. മായം ചേർക്കൽ കൺകറൻറ്റ് ലിസ്റ്റ്. പോലീസ് സംസ്ഥാന ലിസ്റ്റ്. തൊഴിലാളി സംഘടന കൺകറൻറ്റ് ലിസ്റ്റ്. തുറമുഖങ്ങൾ യൂണിയൻ ലിസ്റ്റ്. വ്യാപാരവും വാണിജ്യവും സംസ്ഥാന ലിസ്റ്റ്. പ്രതിരോധം യൂണിയൻ ലിസ്റ്റ്. എങ്ങനെയാണ് അതിൻ്റെ ആൻസർ വരുന്നത്. എട്ടാമത്തെ ചോദ്യം, തദ്ദേശ സർക്കാരുകളുടെ പിതാവായി അറിയപ്പെടുന്നത് ആരെയാണ്? റിപ്പൺ പ്രഭുവിനെയാണ്. ലോർഡ് റിപ്പൺ ആണ് തദ്ദേശ സർക്കാരുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. അടുത്തത് 9ാമത്തത്, രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ വൈസ് പ്രസിഡൻ്റാണ്. പിന്നെ അടുത്തത്, സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് പ്രസിഡൻ്റാണ്. അടുത്ത ചോദ്യം, വികസനത്തിൻ്റെ പാരിസ്ഥിതിക ചെലവ് ചുരുക്കി വരിക്കുക. ഒരു വികസനം വരുന്നതുകൊണ്ട് നമുക്ക് പരിസ്ഥിതിക്ക് എന്തൊക്കെ ചിലവുണ്ടാവുക എന്നുള്ളത്. ഒന്നാമത്, അത് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകും. 2, കണ്ടൽക്കാടുകളുടെ ശോഷണം ഉണ്ടാവും. പിന്നെ സുനാമിക്ക് ഈ കണ്ടൽക്കാടുകൾ പ്രശ്നം ഉണ്ടായി സുനാമികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ആഗോളതാപനം, ഹരിതഗ്രഹവാതനങ്ങളുടെ പ്രസരണം,
പിന്നെ അന്തരീക്ഷത്തിലെ ഊഷ്മാവ് ഉയരുക, വനനശീകരണം, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പരിസ്ഥിതിക്കുണ്ട്. 12ാമത്തെ ചോദ്യം, അവകാശങ്ങളും കടമകളും തമ്മിലുള്ള ബന്ധം വിവരിക്കാൻ വേണ്ടിയിട്ടാണ്. അവകാശങ്ങളും ചുമതലകളും കടമകളും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. ചുമതലകൾ അവഗണിക്കുന്ന ഒരു വ്യക്തിക്കോ സമൂഹത്തിനോ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ അർഹതയില്ല. അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് രാജ്യം തരേണ്ട അവകാശങ്ങളാണ്. ചുമതലകൾ എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ച് രാജ്യത്തിന് കൊടുക്കേണ്ടത്, അതായത് അവകാശങ്ങൾ, മൗലികാവകാശങ്ങളുണ്ടാകും, മതസ്വാതന്ത്ര്യം, മറ്റ് സ്വാതന്ത്ര്യത്തിലുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം. ചുമതലകൾ നമ്മൾ രാജ്യത്തിന് കൊടുക്കുന്നത് ഭരണഘടനയെ അനുസരിക്കുക, ഭരണഘടനയെ ആദരിക്കുക, ദേശീയ പതാകയെ ബഹുമാനിക്കുക, ദേശീയ ഗാനത്തെ ബഹുമാനിക്കുക, രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും പരമാധികാരം ഉയർത്തിപ്പിടിക്കുക. 13ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഭേദഗതിയെക്കുറിച്ച് വിവരിക്കണം. 368 വകുപ്പ് പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി വരുത്താൻ നമുക്ക് സാധിക്കുക. 3 രീതിയിൽ നമുക്ക് ഭരണഘടന ഭേദഗതി വരുത്താം. ഒന്ന്, പാർലമെൻറ്റിലെ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. രണ്ടാമത്തത് പാർലമെൻറ്റിലെ പ്രത്യേക ഭൂരിപക്ഷം. 3, പാർലമെൻറ്റിലെ പ്രത്യേക ഭൂരിപക്ഷവും പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരവും എന്നിങ്ങനെ 3 രീതിയിലാണ് നമുക്ക് ഭരണഘടന ഭേദഗതി വരുത്താൻ സാധിക്കുക. അടുത്തൊരു ചോദ്യം, 14ാമത്തെ ചോദ്യം, രാഷ്ട്രതന്ത്ര പഠനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചെറുകുറിപ്പ് തയ്യാറാക്കുക. എന്തിനാണ് നമ്മൾ പൊളിറ്റിക്കൽ സിദ്ധാന്തം പഠിക്കുന്നത്? 3 കാര്യത്തിനാണ്. ഒന്ന്, എല്ലാ വിദ്യാർത്ഥികളും ഭാവിയിൽ ഒരു തൊഴിൽ തിരഞ്ഞെടുക്കേണ്ടി വരും. ഏത് തൊഴിലിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ സിദ്ധാന്തത്തെക്കുറിച്ച് അറിവുകൾ പ്രസക്തിയുണ്ട്. അപ്പോൾ നമ്മൾ ഭാവിയിൽ ജോലി ചെയ്യുമ്പോൾ അതിൽ രാഷ്ട്രീയം എങ്ങനെ ഇടപെടുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമതായിട്ട്, നമുക്കെല്ലാം വോട്ടവകാശം ഉണ്ടാവും പൗരന്മാരാകുമ്പോൾ. ആ സമയത്ത് നമുക്ക് തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവുണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ രാഷ്ട്രീയം, ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യണം, എങ്ങനെയൊക്കെയാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രാഷ്ട്രീയം പഠിക്കണം. മൂന്നാമതായിട്ട്, രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ ആശയങ്ങളും വികാരങ്ങളും പരിശോധിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കണം. എന്നീ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പൊളിറ്റിക്കൽ സയൻസ് നമ്മൾ പഠിക്കേണ്ടത്. 15, പ്രത്യേക ആവശ്യങ്ങൾ അംഗീകരിക്കൽ എന്നത് നീതിയുടെ പ്രധാന തത്വമാകുന്നു. ചെറുവിവരം തയ്യാറാക്കുക. അപ്പോൾ നീതി എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ളതിൻ്റെ 3 മാർഗങ്ങളാണ് നമുക്ക് പറഞ്ഞത്. 1, തുല്യർക്ക് തുല്യ പരിഗണന. 2, ആനുപാതിക നീതി. പ്രത്യേക ആവശ്യങ്ങൾ പരിഗണിക്കൽ. ഈ പ്രത്യേക ആവശ്യങ്ങൾ എന്ന് ഉദ്ദേശിച്ചത്, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അംഗവൈകല്യമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക്, ഭിന്നശേഷിക്കാർക്ക് പ്രത്യേകമായിട്ട് സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണം. നമ്മൾ ഹോസ്പിറ്റലിലേക്കും ഗവൺമെൻറ് ഓഫീസുകളിലേക്കൊക്കെ കയറുന്ന സമയത്ത് നമുക്ക് സാധാരണക്കാർക്ക് സ്റ്റെപ്പ് വഴി കയറാം. മറ്റുള്ളവർക്ക് പ്രത്യേകമായിട്ട് റാമ്പ്, അവർക്ക് വീൽ ചെയറിനുള്ള ഒരു പാത നമുക്ക് തയ്യാറാക്കി കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ പ്രത്യേകമായിട്ടുള്ള അവരെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളത് നീതി നടപ്പിലാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ്. 16ാമത്തെ ചോദ്യം, ഘടനാപരമായ ഹിംസയുടെ വിവിധ രൂപങ്ങൾ വിവരിക്കുക എന്നുള്ളതാണ്. 4 രൂപങ്ങളാണുള്ളത്. 1, ജാതി വ്യവസ്ഥ, പുരുഷാധിപത്യം, കൊളോണിയലിസം, വംശീയത, വർഗീയത. ഇങ്ങനെ 4 രൂപങ്ങളാണ് ഘടനാപരമായ ഹിംസയുടെ രൂപങ്ങൾ. ഇത് ചെറിയൊരു വിശദീകരണത്തോടു കൂടി എഴുതുകയാണെങ്കിൽ ഫുൾ മാർക്ക് നമുക്ക് കരസ്ഥമാക്കാം. ചോദ്യം, ഭരണഘടനയിലെ ഏതെങ്കിലും 4 ചുമതലകളെക്കുറിച്ച് എഴുതുകയാണ്. 5 ചുമതലകളുള്ളത്. ഭരണഘടന ഏകോപനം ഉറപ്പു നൽകുന്നു, തീരുമാനമെടുക്കാനുള്ള അധികാരം വ്യക്തമാക്കുന്നു, പിന്നെ ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കുന്നു, ഒരു സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും ഒരു ജനതയുടെ മൗലിക സ്വത്തും. 1ാമത്തെ പാഠത്തിൽ. അടുത്തൊരു ചോദ്യം 18ാമത്തേതാണ്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അധികാരവും ചുമതലയും. ഒരുപാട് അധികാരങ്ങളുണ്ട്, ചുമതലകളുണ്ട്. അതിൽ 4 മാർക്കിനുള്ളതാണ്. നമ്മൾ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പാർലമെൻറ്റ് അംഗങ്ങൾ, സംസ്ഥാന നിയമസഭാംഗങ്ങൾ എന്നിവരെ തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുപ്പിനാവശ്യമായ വോട്ടർ പട്ടിക തയ്യാറാക്കുക. ഓരോ സെൻസസിന് ശേഷം, മുമ്പും ശേഷം വോട്ടർ പട്ടിക പരിഷ്കരിക്കുകയും പുതുക്കുകയും ചെയ്യുക. തെരഞ്ഞെടുപ്പ് തീയതികൾ നിശ്ചയിക്കുകയും തെരഞ്ഞെടുപ്പ് പട്ടിക തയ്യാറാക്കുകയും ചെയ്യുന്നു.
സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിന് തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ എല്ലാ സമയത്തും ഉചിതമായ തീരുമാനമെടുക്കാനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. അങ്ങനെ ഒരുപാട് അധികാരങ്ങൾ, വോട്ടെണ്ണൽ, റിസൾട്ട് പ്രഖ്യാപിക്കൽ, അങ്ങനെ ഒരുപാട് അധികാരങ്ങളും ചുമതലയും ഇവർക്കുണ്ട്. 19. ദേശീയതയെ പരിപോഷിപ്പിക്കുന്ന ഏതെങ്കിലും 4 ഘടകങ്ങൾ വിശദീകരിക്കുക. പൊതുവായ വിശ്വാസങ്ങൾ, ചരിത്രം, ഭൂപ്രദേശം, പൊതുവായ രാഷ്ട്രീയ ആദർശങ്ങൾ, പൊതുവായ രാഷ്ട്രീയ സ്വത്വം. അങ്ങനെ 4-5 ദേശീയത പരിപോഷിപ്പിക്കുന്ന ഘടകങ്ങളുണ്ട്. അതിൽ 4 വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തൊരു ചോദ്യം 20. ഇന്ത്യൻ പൗരത്വം ആർജിച്ചെടുക്കാനുള്ള 4 മാർഗങ്ങൾ. ഇന്ത്യൻ പൗരത്വം ആർജിച്ചെടുക്കാൻ 5 മാർഗങ്ങളുള്ളത്. അതിൽ 4 എഴുതാനുള്ളത്. 1. ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ മുഖാന്തരം, ചിരകാല അധിവാസം മുഖേന, പ്രാദേശിക സംയോജനം മുഖേന. എന്നാൽ 5 ഇത് ചെറിയൊരു വിശദീകരണത്തോടു കൂടി 4 എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 21 ചോദ്യം. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളും ചുമതലകളും. മന്ത്രിസഭ രൂപീകരിക്കുക, മന്ത്രിമാർക്ക് വകുപ്പുകൾ വിഭജിച്ച് നൽകുക, മന്ത്രിസഭയുടെ വലുപ്പം നിശ്ചയിക്കുക, മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുക. ലോകസഭ നേതാവും മന്ത്രിസഭാധ്യക്ഷനും പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ഒരു 10ഓളം ചുമതലകളുണ്ട്. അതിൽ നിന്ന് 5 മാർക്കിനാണ് 5 എഴുതി ചെറിയൊരു വിശദീകരണം കൊടുക്കാവുന്നതാണ്. അടുത്തൊരു ചോദ്യം. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ 73-ാം ഭേദഗതി കൊണ്ടുവന്ന മാറ്റങ്ങൾ. ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് 73-ാം ഭേദഗതി. അതിൽ മാറ്റങ്ങൾ 1. 73-ാം ഭേദഗതിക്ക് മുമ്പ് പ്രാദേശിക ഗവൺമെൻറ്റുകൾ സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളായിരുന്നു. ഈ വിഷയങ്ങൾ നിയമനിർമ്മാണം നടത്താനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം സംസ്ഥാനങ്ങൾക്കായിരുന്നു. അതെന്തായി? പ്രാദേശിക ഗവൺമെൻറ്റുകളെക്കുറിച്ച് നിയമനിർമ്മാണം നടത്താനുള്ള സംസ്ഥാനത്തിൻ്റെ സ്വാതന്ത്ര്യം നിയന്ത്രണം ഉണ്ടായി. പിന്നെ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് വന്നു. 73-ന് ശേഷം പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് വന്നു. പിന്നെ മറ്റൊന്ന് 6 മാസം ഒരു പ്രാദേശിക സമിതി പിരിച്ചുവിട്ടാൽ 6 മാസത്തിനകം പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന വ്യവസ്ഥ വന്നു. പിന്നാക്ക വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കൊക്കെ സംവരണം ഏർപ്പെടുത്തി. പിന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചുമതലപ്പെടുത്തി. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളെക്കുറിച്ച് പാഠത്തിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. അടുത്തൊരു ചോദ്യം 23. സാമൂഹിക അസമത്വം, സ്വാഭാവിക അസമത്വം എന്നിവയെ നിർവചിക്കുക. എങ്ങനെ നമ്മൾക്ക് സമത്വത്തെ പ്രോത്സാഹിപ്പിക്കാമെന്ന് വിവരിക്കുക. സമത്വത്തിന് 3 മാനങ്ങളുള്ളത്. രാഷ്ട്രീയ സമത്വം, സാമൂഹിക സമത്വം, സാമ്പത്തിക സമത്വം. ഇത് രാഷ്ട്രീയ സമത്വം എന്ന് പറഞ്ഞാൽ നമുക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം, ഇതൊക്കെ തുല്യമായിരിക്കണം. തിരഞ്ഞെടുപ്പ് മത്സരിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണം. സാമൂഹിക സമത്വം എന്ന് പറഞ്ഞാൽ ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ നമുക്ക് അസമത്വങ്ങൾ നേരിടാൻ പാടില്ല. ജോലിയിലെ സമത്വം എന്ന് പറയുമ്പോൾ തുല്യ ജോലിയാകുമ്പോൾ നമുക്ക് തുല്യ വേതനം ലഭിക്കണം. ഏത് തൊഴിൽ സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശങ്ങൾ, സമത്വം വേണം. അങ്ങനെയൊക്കെ ഉണ്ട്. എങ്ങനെ നമുക്ക് സമത്വം വളർത്തിയെടുക്കാമെന്നത് ഔപചാരിക സമത്വം വളർത്തിയെടുക്കാനുള്ള 3 മാർഗ്ഗങ്ങളാണുള്ളത്. 1. ഔപചാരിക സമത്വം സ്ഥാപിക്കുക. അതായത് ഗവൺമെൻറ് മുൻകൈയെടുത്തുകൊണ്ട് കാര്യങ്ങൾ സമത്വം സ്ഥാപിക്കാനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക. 2. വ്യത്യസ്ത പരിഗണനയിലുള്ള, അതായത് വ്യത്യസ്ത ആളുകൾക്ക് ആ വ്യത്യസ്ത പരിഗണനകൾ നൽകുക. ഇപ്പോൾ വികലാംഗരുണ്ടെങ്കിൽ അവർക്ക് വ്യത്യസ്തമായ പരിഗണനകൾ നൽകണം. പിന്നെ അനുകൂലാത്മകമായ നടപടികൾ, അതായത് സാഹചര്യം അനുകൂലമല്ല, വികലാംഗരൊന്നുമല്ല, സാഹചര്യം അനുകൂലമല്ലാതെ ഈ ട്രൈബൽ താഴ്ന്ന ജാതിക്കാർ അവർക്ക് സ്കോളർഷിപ്പ്, മറ്റു കാര്യങ്ങൾ, ഹോസ്റ്റൽ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് ഉന്നതമായ വിദ്യാഭ്യാസം നൽകുക. ഈ രീതിയിലൊക്കെ നമുക്ക് സമത്വത്തെ പ്രോത്സാഹിപ്പിച്ചെടുക്കാം. 24. ഇന്ത്യൻ ഭരണഘടനയിലെ രാഷ്ട്രീയ തത്വശാസ്ത്രത്തെക്കുറിച്ച് വിവരിക്കാനാണ്. രാഷ്ട്രീയ തത്വശാസ്ത്രം എന്നത് വ്യക്തി സ്വാതന്ത്ര്യം, സാമൂഹിക നീതി, ന്യൂനപക്ഷങ്ങളോടും വൈവിധ്യങ്ങളോടുമുള്ള ആദരവ്, മതേതരത്വം, സാർവത്രിക വോട്ടവകാശം, ഫെഡറലിസം, ദേശീയ സ്വത്വം. ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കാനാണ്. നമ്മൾ പുസ്തകം വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. 25 ചോദ്യം. നീതിന്യായ വിഭാഗത്തിൻ്റെ സ്വാതന്ത്ര്യം എങ്ങനെ സംരക്ഷിക്കാം?
അതിന് 5 മാർഗ്ഗങ്ങളാണുള്ളത്. ഒന്ന്, നിയമന രീതി. അവരെ നിയമിക്കുന്ന കാര്യത്തിൽ രാഷ്ട്രീയ കക്ഷികളൊന്നും ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമത്തത്. 2, ഒരു നിശ്ചിതമായ കാലാവധിയുണ്ട്. മൂന്നാമത്തത്, സാമ്പത്തികാശ്രയത്തിൻ്റെ അഭാവം. 4, വ്യക്തിപരമായ വിമർശനങ്ങളിൽ നിന്ന് പ്രതിരോധം. ജഡ്ജിമാരെയോ അവരെയൊന്നും വിമർശിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ എക്സിക്യൂട്ടീവിനെ ജുഡീഷ്യറിയിൽ നിന്ന് വേർതിരിക്കുന്നു. ഇങ്ങനെ 5 രീതിയിൽ അവരുടെ നീതിന്യായ വിഭാഗത്തിൻ്റെ സ്വാതന്ത്ര്യം നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും. അടുത്തൊരു ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. നമുക്ക് 6 മൗലികാവകാശങ്ങളാണുള്ളത്. 1, സമത്വാവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഇത് ഓരോന്നിനും വിശദീകരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് നേടാം. ഇത് ഉറപ്പായിട്ടും വരുന്ന ഒരു ചോദ്യമാണ്. മെയിൻ എക്സാമിന് ഉറപ്പായിട്ടും വരുന്ന, നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മാർക്ക് നേടാവുന്നതാണ്. അടുത്ത ചോദ്യം, മതേതരത്വം നിർവചിക്കുക, മതേതരത്തിൻ്റെ വിമർശനങ്ങൾ. മതേതരം നിർവചിക്കുക എന്ന് പറഞ്ഞാൽ മതേതരം 2 രീതിയിലുണ്ട്. ഒന്ന്, പാശ്ചാത്യ മതേതരത്വം, ഇന്ത്യൻ മതേതരത്വം. ഇത് രണ്ടും വിശദീകരിക്കാം. ഒന്ന്, മതത്തെ പരിഗണിക്കുന്നു, മറ്റൊന്ന് മതത്തെ പരിഗണിക്കുന്നില്ല. പാശ്ചാത്യ മതേതരത്വം മതങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്ന വ്യക്തികൾക്കാണ് പ്രാധാന്യം. ഇന്ത്യൻ മതേതരത്വം വ്യക്തികളുടെ അവകാശങ്ങളും മതത്തിൻ്റെ അവകാശങ്ങളൊക്കെ പരിഗണിക്കുന്നുണ്ട്. ആ രീതിയിലെ വ്യത്യാസങ്ങൾ എഴുതാം. പിന്നെ വിമർശനങ്ങൾ എന്നുള്ളത്, ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ വിമർശനങ്ങൾ മതവിരുദ്ധമാണ് എന്നൊരു വിമർശനമുണ്ട്. പാശ്ചാത്യ ഇറക്കുമതിയാണ് എന്ന വിമർശനമുണ്ട്. ന്യൂനപക്ഷങ്ങളെ പരിഗണിക്കുന്നു എന്നൊരു വിമർശനമുണ്ട്. പിന്നെ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്, ഇതൊരു അസാധ്യമായ പദ്ധതിയാണ്. ഇങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ. ആ ഭാഗം നല്ല രീതിയിൽ പഠിക്കുക. അടുത്ത ചോദ്യം, പാർലമെൻറ്റിൻ്റെ അധികാരങ്ങളും ചുമതലകളും ആണുള്ളത്. നിയമനിർമ്മാണം, എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കൽ, സാമ്പത്തിക ചുമതലകൾ, പ്രതിനിധാനം, ചർച്ചാപരമായ ചുമതല, ഭരണഘടനാപരമായ ചുമതല, തെരഞ്ഞെടുപ്പ് ചുമതലകൾ, നീതിന്യായ ചുമതലകൾ. ഇങ്ങനെ ഏകദേശം ഒരു 8ഓളം ചുമതലകളുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഇവിടെയും ഫുൾ മാർക്ക് നേടാവുന്നതാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മോഡൽ പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യനിൽ ഏകദേശം ഒരു 40%, അതായത് പാസ് മാർക്കിൽ കൂടുതലുള്ളത് നമുക്കെന്താവാം മെയിൻ എക്സാമിന് പ്രതീക്ഷിക്കാം. ഇതേ ചോദ്യം തന്നെ ആയിരിക്കും ഉണ്ടാവുക, ചെറിയ മാറ്റങ്ങളോടുകൂടി. എന്നാലും ആൻസർ കറക്റ്റായിരിക്കും. അപ്പം നല്ല രീതിയിൽ ഈ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വിജയം കരസ്ഥമാക്കാൻ സാധിക്കും.